നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മേലധികാരികളുടെ അഭാവത്താൽ അഥവാ മേലധികാരി മറ്റു ജോലികൾ ഏറ്റെടുക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ദൂരയാത്രകൾ വേണ്ടി വരുവാനും ഇടയുണ്ട്. പല പ്രകാരത്തിലും ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നിലവിലുള്ള പ്രസ്ഥാനത്തിൽ നിന്നും നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായ വിളകൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനി മുതൽ 3 മാസത്തേക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് വന്നു ചേരും എന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജനുവരി മുതൽ മറ്റ് ചില ഇടവേളകൾക്ക് അനുസൃതമായുള്ള കൃഷി രീതികൾക്ക് വിഭാവനം ചെയ്യുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും ഈ ആജ്ഞകൾക്കൊക്കെ തന്നെ മൂല്യമുണ്ട്, ഭാവിയിലേക്ക് ഗുണകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷേ 1-2 മണിക്കൂർ വിഹംഗ വീക്ഷണത്തോടുകൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനിടയുണ്ട്. വിശേഷ അവസരങ്ങൾ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടായിത്തീരും. ഡിസംബർ മാസത്തിൽ ബന്ധുമിത്രാദികളോടൊപ്പം ചിലർക്ക് പുണ്യതീർത്ഥയാത്രകളും മറ്റു ചിലർക്ക് സ്നേഹിതരോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രകൾ ആവാമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ അസമയങ്ങളിൽ അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ആശയവിനിമയങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ അർഹമായിട്ടുള്ള വിധത്തിലുള്ള സ്ഥാനമാനങ്ങളോ കർമ്മമണ്ഡലങ്ങളോ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയോ തൊഴിലവസരങ്ങളോ ചിലതെല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെക്കണമോ എന്ന തോന്നലുകൾ പലതുണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശത്താൽ തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കുന്നതിൽ നിന്നും തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സഹപാഠികൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പലപ്പോഴും സമൂഹത്തിൽ സദ്നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളിലും മനസ്സിനെ ധ്രുവീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തികായത് കണ്ടെത്തുവാനിട വരുമെങ്കിൽ പോലും ജ്യോതിശാസ്ത്രപ്രകാരം ഭൂമി നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാൻ തയ്യാറാകും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചും കൊണ്ട് ഒരുമിച്ച് താമസിക്കാൻ തൊഴിൽ ക്രമീകരിക്കുവാനോ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഗുണകരമായി തീരും. ഒരു പക്ഷേ സ്വല്പം പണച്ചെലവ് അധികം അനുഭവപ്പെടുവാനിട വരും.
ഒരു കൊല്ലത്തെ കോഴ്സിന് പകരം 2 കൊല്ലത്തെ കോഴ്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സിന് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുന്നത് വഴി മാർഗതടസ്സങ്ങളെ അതിജീവിക്കാനും സർവസ്വീകാര്യത വന്നു ചേരുവാനും ഇടയുണ്ട്. ജനക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. മോഹവില കൊടുത്ത് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള യോഗം കാണുന്നുണ്ട്. ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ വളരെ നല്ല നിലയിൽ ജോലിയുടെ അവസരം വന്നു ചേരും. എന്നാൽ ഒരുപക്ഷെ പലപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇതിന്റെ വെളിച്ചത്തിൽ വരുന്ന മെയ് മാസം മുതൽ സ്ഥാനക്കയറ്റത്തോടുകൂടി തൃപ്തിയായ വിഭാഗത്തിലേക്ക് ജോലി മാറ്റം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ആശയങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം വൻ നഷ്ടങ്ങളും മനോവിഷമവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക്, ജോലിയിലിരിക്കുന്നവർക്ക് മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും പ്രത്യേക ഒരു പരിഗണനയിൽ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു 6 മാസത്തേക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ധാരാളം ചർച്ചകൾ വേണ്ടിവരും, യാത്രകൾ വേണ്ടിവരും. ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസമാക്കുവാനും ഒരുപക്ഷെ മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് അവലംബിച്ചു വരുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതിന്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ളതും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉള്ളതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. കഫ നീർദോഷ രോഗപീഠകൾക്ക് വ്യായാമവും അതിലുപരി പ്രകൃതി ഭക്ഷണ രീതികളെല്ലാം അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ചികിത്സ ഫലിക്കുവാനും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്മകൾ കണ്ടെത്തുകയും ഇതിന്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളാണെങ്കിലും ഗുരു കാരണവന്മാരാണെങ്കിലും അനുഭവജ്ഞാനമുള്ളവരാണെങ്കിലും അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്വയമേവ പരിഗണിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. 2025 ഒടുവിൽ 2026 ആദ്യത്തിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ വരുത്തിവെച്ച അബദ്ധങ്ങളെ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനിടവരും. വേറെ ചിലർക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചില നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധ്യത കാണുന്നുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ
സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏതൊരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും പ്രത്യേകിച്ചും രേഖാപരമായിട്ട് മാത്രമേ നിവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് മേലധികാരികളുടെ ചില ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ടും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും 1-2 ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം അഥവാ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ഉത്സാഹം, കാര്യനിർവഹണ ശക്തി, ക്ഷമാഭിനയം എന്നിവ എല്ലാം തന്നെ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധ്യത കാണുന്നു. വിശേഷ അവസരങ്ങളിൽ വെച്ചും വിദ്യാലയത്തിൽ വെച്ചും ദേവാലയങ്ങളിൽ വെച്ചും മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും അവസരം വന്നു ചേരും. രക്തദൂഷ്യ, നാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹപാഠികളോടൊപ്പം ഡിസംബർ മാസത്തിൽ വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ സ്വല്പം ദിവസക്കൂടുതലുണ്ടെങ്കിൽ പോലും അവധി കൃത്യമായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ചുമതലകൾ ഏറ്റെടുത്തും കൊണ്ടും വന്നു ചേരുന്ന പാഠ്യപദ്ധതി അവലംബിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വത്തോടുകൂടിയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഈ ഒരു കാലയളവിൽ, ഈ പ്രത്യേകിച്ച് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും യോഗമുണ്ട്. നമസ്കാരം.